ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് എനിക്ക് കണ്ടിന്യൂസ് 7 days ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ഓഫ് കിട്ടിയത്. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് 3 days ഓഫ് ഉണ്ട്. സോ അപ്പൊ നമ്മള് നെക്സ്റ്റ് വീക്ക് ഞാൻ നാട്ടിൽ പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഞാൻ പോയപ്പം അതനുസരിച്ചാണ് വാങ്ങിച്ചത്. സോ ലാസ്റ്റ് വീക്ക് ഇങ്ങനെ ടെസ്കോയിൽ പോയപ്പോ ഞാൻ കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ എണീച്ച് വന്ന് അത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് അപ്പൊ ഞാൻ വിചാരിച്ചു കോളിഫ്ലവർ കൊണ്ട് ഗോപി മഞ്ചൂരി മേക്ക് ചെയ്യാനും ചപ്പാത്തി മേക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്താ പറയാ, ഇപ്പം എന്തായാലും ഞാൻ ഫ്രൈഡേ ആണ് നാട്ടിൽ പോകുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഒരുപാട് എന്താ പറയാ അങ്ങനെ വലിയ കുക്കിംഗ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇന്നത്തേക്ക് വേണ്ടി ചപ്പാത്തിയും ഗോപി മഞ്ചൂരി മേക്ക് ചെയ്യാനാണ് ഞാൻ ഡിസൈഡ് ചെയ്തിരുന്നത്. സോ ലെറ്റ്സ് കം ഓൺ. ഞാൻ ആക്ച്വലി കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിൽ മോസ്റ്റ്ലി വിളിക്കുന്ന ആ ഒരു ടൈമില്ല. അതിന് കോളിഫ്ലവർ ജസ്റ്റ് കട്ട് ചെയ്തു കെറ്റിൽ വാട്ടർ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഞാൻ സ്മോൾ പീസസ് അത്യാവശ്യം എനിക്ക് വരുന്ന സ്മോൾ പീസസ് ആണ് ഞാൻ ആക്കിയത്. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് മാവ് എന്തൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ മാവ് വേണ്ടുന്നതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ സോസും വേണ്ടുന്ന ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഞാൻ എടുത്ത സോയയും ടൊമാറ്റോയും ചില്ലി സോസാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയാ, നമ്മൾ ഈ മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്തത്. പിന്നെ വേണ്ടുന്ന എൻ്റെ കയ്യിൽ ഒണിയനെ ഉള്ളായിരുന്നു. ഒണിയനും ക്യാപ്സിക്കവും വെച്ചാണ് ഞാൻ കട്ട് ചെയ്തത്. ഞാൻ മാക്സിമം ക്യാപ്സിക്കം എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഒരുപാട് ക്യാപ്സിക്കം എടുത്തു. പിന്നെ നമുക്ക് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അതൊന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് പുറത്ത് യൂണിഫോം ആണെങ്കിൽ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സ് നമുക്ക് ഒന്ന് തിരിച്ചിട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അതൊക്കെ തിരിച്ചിട്ടിട്ട് വന്നു. നല്ല ചൂടുണ്ടായിരുന്നു പുറത്തു. അങ്ങനെ നമ്മൾ വേണ്ടുന്ന എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒന്ന് പോയി വേഗം ഫ്രഷ് ആയിട്ട് വന്നു. അങ്ങനെ തിരിച്ചു വന്നിട്ട് ഒരു ഫ്രണ്ടിനെ ഞാൻ കോൾ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ കറി മേക്ക് ചെയ്യും. അങ്ങനെ കറി മേക്കുന്നുണ്ട് ചില ഷോട്ടൊന്നും ഞാൻ എടുക്കാൻ മറന്നുപോയി ആക്ച്വലി. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള എല്ലാം വെച്ച് നമ്മൾ ഗോപി മഞ്ചൂരി സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ചപ്പാത്തിയും കൂടെ മേക്ക് ചെയ്ത് വെച്ചു. 5 kg ഒരു ആട്ടമാവ് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ഇച്ചിരി മാവെടുത്ത് ചപ്പാത്തി അങ്ങ് മേക്ക് ചെയ്തു. അറ്റ് ലാസ്റ്റ് നമ്മൾ ചപ്പാത്തിയും ഗോപി മഞ്ചൂരിയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കഴിച്ചാലോ. ആക്ച്വലി ഗോപി മഞ്ചൂരി നമ്മൾ വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ അപ്പം തന്നെ കഴിക്കണം, അല്ലെങ്കിൽ അത് പിന്നെ നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര തിക്കറായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, കഴിക്കുന്ന ടൈമിൽ കുറച്ച് മുമ്പേ വേണം ഗോപി മഞ്ചൂരി മേക്ക് ചെയ്യാനായിട്ട്. അന്നെങ്കിൽ നമുക്ക് നല്ല ഡെലിഷ്യസ് ആയിട്ട് നമുക്ക് തോന്നും. സോ നമ്മൾ ചപ്പാത്തിയും ഗോപി മഞ്ചൂരിയും നൈസായിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.